ഞാൻ ഇറ്റലിയിലല്ലായിരുന്നോ? ഇറ്റലി പോയോ? അതറിഞ്ഞില്ലയോ? ഇല്ല. എന്റെ ഈ ലോക അത്ഭുതങ്ങളിൽ ഒന്നല്ലേ പീസാ ഗോപുരം ചരിഞ്ഞിരിക്കുന്നത്. അത് നേരെയാക്കണം. റോമനെ വിളിച്ചോ? എന്നെ വിളിച്ചു. എന്റെ പ്രസിഡന്റ് ജോസ്കോ. ജോസ്കോയോ? അങ്ങനെ തടത്തിൽ ജോസ്കോ അങ്ങനെ ഈ പുള്ളി എന്നെ വിളിച്ചു. വിളിച്ചെന്ന് പറഞ്ഞ അവര് നെറ്റിൽ നോക്കി ഇങ്ങനെ ആരുണ്ട് നല്ല മേശിരിമാരാണ്. ഗൂഗിളിൽ അടിച്ചപ്പം അതിന് ഗൂഗിളിൽ കാണിക്കുന്നുണ്ടാ കേരള സോമൻ കേരള എന്നെ വിളിച്ചു. ഞാനെന്താ പിറ്റേ ദിവസം പോകണ്ടേ? മൂത്ത ചേർക്കനെ പാന്റിന്റെ അരവണ്ണം ഒക്കെ കുറച്ച് സുരാടെ മോന്റെ ബെൽറ്റ് മേടിച്ചു. ഞാനിട്ട് രാവിലെ ഫ്ലൈറ്റിൽ കയറി അവിടെ ചെന്നു. അവിടെ ചെന്നപ്പോ ഇങ്ങനെ നിൽക്കുവാ. വിശാഖപുരം ചരിഞ്ഞിരിക്കുവാ. ഞാൻ ചെന്ന പാറ എന്താന്നറിയാ? ചോട്ടിലെ മണ്ണങ്ങ് മാന്തി മൊത്തം അങ്ങ് മാന്തി അടിയിൽ ചെന്നപ്പോ ഇത്രേ ഒരു കല്ലിന്റെ പുറത്തിരിക്കും ഈ സാധനം. ആ കല്ല് പൂറ്റി അത് മാറ്റി ദൂരാന്ന് കേസേ ഉള്ളൂ. മാറ്റിയോ? അതല്ലേ രസം. ഞാൻ തിരിച്ചു മണ്ണിട്ട് മേളിൽ കയറി പോകും. അതെന്നാ പരിപാടി കാണിച്ചേ? എടാ ഞാൻ താഴെ ചെന്നപ്പോ ഈ കല്ലേലേ ഒരു ചൈനക്കാരൻ പച്ച മലയാളത്തിൽ എഴുതി വെച്ചേക്കോ മെയ്ഡ് ഇൻ ചൈനയിൽ. ചൈനയുടെ സാധനം നമ്മൾ തൊടുവോ? തൊടാൻ പോലെ നമ്മൾ ഇന്ത്യക്കാർ തൊടാൻ പാടില്ല. അപ്പൊ ഞാൻ അതുപോലെ മൂടിട്ട് ഞാൻ മേളിൽ കയറി വന്നു. അത് തന്നെയുമല്ല, ഞാനായിട്ട് എന്തിനാ ഒരു അത്ഭുതം ഇല്ലാതാക്കുന്നത്? ആ കഥയെ വിശ്വസിച്ചിരിക്കുക. ആ ഇറ്റലിന്ന് കൊണ്ടുവന്ന ചുറ്റയും കേട്ടൊന്നും പറഞ്ഞ ഇത്രയും ഇറ്റലി അടിക്കാനാ. കയ്യിൽ നിന്നിട്ട് കളിക്കണ്ട, അധികം കളിച്ചാ പുള്ളി പോക്കും. ഞാൻ പണിയട്ടെ. പണിതോ? നീ സത്യം പറഞ്ഞ എനിക്ക് ചായ ഇടാൻ അറിയത്തില്ല. വേണ്ട. 9 മണിക്ക് വേലക്കാരി വരും. അവളായിരുന്നു ഇവിടെ ചായയൊക്കെ ഇടുന്നത്. അവള് ചായ ഇട്ട ഭയങ്കര കൈപ്പുണ്യാ. പക്ഷെ കുറച്ചു മുമ്പ് എന്റെ അടുത്ത് വിളിച്ചു പറഞ്ഞ അവള് വരത്തില്ലെന്ന്. ചീപ്പ് താഴെ